എന്ത് വില കൊടുത്തും ഇത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വലിയ പൊട്ടിത്തെറി ആ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ നിന്നുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിലെ മതവിഭാഗങ്ങളെല്ലാം തന്നെ, ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പോലും ഈ ആചാര ലംഘനം നടത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായത്തിലായി. പക്ഷേ പിണറായി വിജയൻ തീരുമാനിച്ചു, പിണറായി വിജയൻ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് പ്രധാനം ജനാധിപത്യമാണ്, ഞങ്ങൾക്ക് പ്രധാനം ഭരണഘടനയാണ്, ഞങ്ങൾക്ക് പ്രധാനം നവോത്ഥാനമാണ്, ഞങ്ങൾക്ക് പ്രധാനം 5 or 10 സീറ്റുകളോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുകയോ എന്നുള്ളതല്ല, സ്ത്രീ തുല്യത നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കളത്തിലേക്ക് നെഞ്ചുവിരിച്ച് മപ്പടിച്ച് കളത്തിലേക്ക് അങ്ങിറങ്ങി. ഇതിന് അദ്ദേഹം നിരന്തരം ഈ വിധിന്യായം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ തുടങ്ങി. CPM-ൻ്റെ ഒരുപാട് നേതാക്കന്മാരെ പിന്തുണച്ചു. അദ്ദേഹം എല്ലാ ജില്ലകളിലും ചെന്ന് ഈ നവോത്ഥാനത്തിന് വേണ്ടിയും സ്ത്രീതുല്യതയ്ക്ക് വേണ്ടിയും ഭരണഘടന നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ഈ വിധിന്യായം നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടും ഘോരം അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുന്നതിനനുസരിച്ച് ഹിന്ദു വിഭാഗത്തിൽ നിന്നും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ വലിയ എതിർപ്പും രോഷവും തിളച്ചു മറിയാൻ തുടങ്ങി കേരളത്തിൽ. നമുക്കറിയാമല്ലോ, നാമജപ ഘോഷയാത്രകൾ കൊണ്ട് പ്രകമ്പനം കൊണ്ടു അന്ന് കേരളം. വലിയ തോതിൽ സംഘർഷങ്ങളും രാത്രി ചാർജും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നു. BJP പോലുള്ള പാർട്ടികളൊക്കെ തന്നെ അതിനെതിരായിട്ട് അതിശക്തമായി രംഗത്ത്. പക്ഷേ എത്ര എതിർപ്പ് കൂടുന്നോ അതിനനുസരിച്ച് ഇത് നടപ്പിലാക്കിയേ അടങ്ങൂ എന്നുള്ള വാശി പിണറായി വിജയനിൽ ശക്തമായി. പിണറായി വിജയനിൽ ഞാൻ ശക്തമായി എന്ന് പറയുമ്പോൾ പാർട്ടി പരിപൂർണമായി അതിന് അനുകൂലമായിരുന്നില്ല നമ്മൾ കാണണം. പക്ഷേ പാർട്ടി പിണറായി വിജയൻ്റെ ചവിട്ടടിയിലാണല്ലോ. അതുകൊണ്ട് പാർട്ടിക്കൊന്നും കഴിയാത്തതുകൊണ്ട് പാർട്ടി നിശബ്ദമായി ഇരുന്നു. പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ഒരു അശ്വമേധയാത്ര പോലെ ഈ വിധി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക് യോഗങ്ങളുമായി പോയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാ ജില്ലയിലും പോയി പ്രസംഗിച്ചു. യുവതികളെ കയറ്റിയിരിക്കും എന്ന് പറഞ്ഞു. അതിനെതിരായിട്ട് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. പക്ഷേ പിണറായി വിജയന് നിർബന്ധമായിരുന്നു സ്ത്രീകളെ കയറ്റും. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ബിന്ദു അമ്മിണി കനകദുർഗ എന്ന് പറഞ്ഞ 2 സ്ത്രീകളെ അവസാനം വേഷം മാറ്റിച്ച് വേഷപ്രച്ഛന്നരായി അവരെ ശബരിമലയിലേക്ക് കൊണ്ടുപോയി. ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് ഒരു സംഘം പോലീസുകാരെ ഇവിടത്തേക്ക് കൊണ്ടുവന്നു. ആ പോലീസുകാരുടെ അകമ്പടിയിൽ ഇന്നിപ്പോൾ ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്ന KP ശങ്കരദാസ് എന്ന് പറയുന്ന അയാളുടെ മകൻ ഹരിശങ്കർ, ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും വലിയ കണ്ണിലുണിയാണ്, DIG. അന്ന് അയാൾ കോട്ടയം SP ആയിരുന്നു. അയാളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന CPM അണികളായിട്ടുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഈ ബിന്ദു അമ്മിണിയെയും കനകദുർഗയും വേഷം മാറ്റിച്ച് പിണറായി വിജയൻ ശബരിമലയിലേക്ക് കയറ്റി.